ഒരു ദിവസം ലുട്ടാപ്പി കുന്തത്തിൽ പോകുമ്പോൾ തണ്ണിമത്തൻ വിൽക്കുന്ന ഒരാളെ കണ്ടു. അത് കണ്ടപ്പോൾ ലുട്ടാപ്പിക്ക് ഒരു കുസൃതി തോന്നി. ലുട്ടാപ്പി ഒരു തണ്ണിമത്തന് നേരെ കുന്തത്തിൽ പാഞ്ഞു ചെന്നു. ഷ്യോ! തണ്ണിമത്തൻ കുന്തത്തിൽ തുളഞ്ഞു കയറി. ലുട്ടാപ്പി അതും കൊണ്ട് പറന്നു. തണ്ണിമത്തൻ വിൽക്കുന്ന ആൾ പിന്നാലെ ഓടി. പക്ഷെ ലുട്ടാപ്പി പറന്നു പൊങ്ങിയിരുന്നു. കുന്തത്തിൽ തണ്ണിമത്തൻ കോർത്തു പറക്കുന്ന ലുട്ടാപ്പിയെ മായാവി കണ്ടു. മായാവി ഒരു മന്ത്രം ചൊല്ലി. ഓം ഹ്രീം തള്ളു തള്ളു തണ്ണിമത്തൻ. പെട്ടെന്ന് കുന്തത്തിലെ തണ്ണിമത്തൻ കുന്തത്തിലൂടെ പിന്നോട്ട് നീങ്ങാൻ തുടങ്ങി. നീങ്ങി വന്ന തണ്ണിമത്തൻ ലുട്ടാപ്പിയെ തള്ളി നീക്കി. ലുട്ടാപ്പി പേടിച്ചു. അടുത്ത നിമിഷം തണ്ണിമത്തൻ ലുട്ടാപ്പിയെ ഒറ്റ തള്ളു. ലുട്ടാപ്പി താഴെ വീണു. തണ്ണിമത്തൻ കുന്തത്തിൽ പറന്നുപോയി. നാണിച്ചു പോയ ലുട്ടാപ്പിക്ക് നടക്കേണ്ടി വന്നു. കൂട്ടൂസ സഹായിക്കണം, കഷ്ടപ്പാടോ. എന്തു പറ്റി? കൊള്ളോ, പോക്കറ്റടി, കവർച്ച ഒന്നും നടക്കുന്നില്ല കൂട്ടൂസ. കയ്യിലുള്ള ക്യാഷൊക്കെ തീർന്നു. ഞാനെന്തു ചെയ്യാനോ? എൻ്റെ കയ്യിലും പണമില്ല. എന്തെങ്കിലും വല്ല മന്ത്രം ഉണ്ടോ എന്ന് നോക്കുന്നേ. സ്വർണമന്ത്രം, പണമന്ത്രം, ഈ ടൈപ്പ് വല്ലതും? ഒരു മന്ത്രമുണ്ട്. വേഗ ഗുൽഗുലു കല്ലു മന്ത്രം. എൻ്റെ അമ്മേ, അതെന്ത് മന്ത്രം? ഗുൽഗുലു കല്ല് അതൊരു രത്നകല്ല. വേഗം നോക്കി മന്ത്രം ചൊല്ലണം. എന്നിട്ട് ഗുൽഗുലു കല്ല് എന്ന് പറയണം. പറഞ്ഞാൽ ഗുൽഗുലു രത്നം താഴേക്ക് വീഴും. അത് വിറ്റാൽ പോരെ. ഈയടോ, പിന്നൊരു കാര്യം. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു തവണ ഇത് ഫലിക്കൂ. രത്നമല്ലേ, ജീവിതത്തിൽ ഒന്ന് മതി കുട്ടൂസ. ഞാൻ പണ്ട് പരീക്ഷിച്ചതാ. രത്നവും കിട്ടി. പക്ഷേ അതാരോ അടിച്ചോണ്ട് പോയി. അത് സത്യമായി ഞങ്ങളല്ല. മന്ത്രം പറ, മന്ത്രം പറ. പറയാം. ഡിം ഡോ ഡം ഡോ ഡിം ഡോ ഡം ഡോ ഡിം ഡോ ഡം ഡോ ബും. തീർന്നു. ഇതെന്ത് മന്ത്രം? അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഗുൽഗുലു കല്ല് എന്ന് പറയണം. ഇത് വെറും ഈസി. വാ മുത്തു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുട്ടൂസ? ഇല്ലായിരിക്കും. ഞാൻ ഈ മന്ത്രത്തിൻ്റെ എക്സ്പെർട്ട് അല്ല. ഏതായാലും കറക്റ്റായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. മായാവി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. മേഘം നോക്കിയ മന്ത്രം ചൊല്ലി വിക്രമ. ദാ അവിടെ ഒരു സൂപ്പർ മേഘമുണ്ട്. പണം കിട്ടിയാൽ ഇവർ അത് വെച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒരു സൂത്രം ചെയ്യാം. ഡിം ടോ ഡം ടോ ഡിം ടോ ഡം ടോ ഡിം ടോ ഡം ടോ ബൂം. ഓം ഹ്രീം പേര് മറക്കട്ടെ. അതോടെ കല്ലിന്റെ പേര് മറന്നു. ഏതായാലും മന്ത്രം തീർന്നല്ലോ. ഇനി കല്ല് എന്ന് മാത്രം പറയാം. കല്ല്. ദിം. അയ്യോ, ശരിക്കും കല്ല്. ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റായിട്ട് ചെയ്യാം.